ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കുറച്ച് ബ്രേക്കിന് ശേഷം മറ്റൊരു ട്രെയിൻ സ്പോട്ടിങ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ട്രെയിൻ സ്പോട്ട് ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ വരുന്ന പിറവം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ പിറവത്ത് നമുക്കൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, പിറവം റോഡെന്ന് പറയും. പക്ഷേ അത് കുറച്ച് ഉള്ളിലോട്ടാണ്. സ്റ്റേഷൻ ശരിക്കും സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ് കേട്ടോ. അപ്പം ഇന്ന് ഇവിടെയാണ് നമ്മൾ ട്രെയിൻ സ്പോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ശരിക്കും കുറച്ച് പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷൻ തന്നെ. നമ്മുടെ കോട്ടയം എറണാകുളം റൂട്ടിനകത്ത് എടുക്കുകയാണെങ്കിൽ നമ്മുടെ തൃപ്പൂണിത്തുറ കഴിഞ്ഞാൽ പിന്നെ മെയിനായിട്ടുള്ളൊരു സ്റ്റേഷൻ വരുന്നതാണ് പിറവം എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ അത്യാവശ്യം കുറച്ച് എക്സ്പ്രസ്സുകൾക്കൊക്കെ സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെയാണ് നമ്മൾ സ്പോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റേഷൻ്റെ അകത്തെ കാഴ്ചയാണ്. വളഞ്ഞാണ് നിൽക്കുന്നത് കേട്ടോ. ഒരു വളവിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. 4 ട്രാക്കുണ്ട്, 2 മെയിൻ ലൈനും 2 ലൂപ്പ് ലൈനും ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ നിൽക്കുന്നത് 2-3 പ്ലാറ്റ്ഫോമിലാണ്. അപ്പുറത്ത് വരുന്ന 4ാമത്തെ പ്ലാറ്റ്ഫോം, പിന്നെ ഇതിൻ്റെ ബാക്കിൽ അവിടെ വരുന്നതാണ് 1ാമത്തെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്, പിറവം റോഡ്. അങ്ങോട്ടാണ് കോട്ടയം പോകുന്നത്. കോട്ടയം പോകുന്ന മെയിൻ ലൈൻ വരുന്നത് ഇപ്പുറത്താണ്. ഇവിടെ ഒരു ചെറിയ മതിൽ പോലെ ഇവർ കെട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലാണ് ട്രാക്ക് വരുന്നത്. കോട്ടയം ഭാഗത്തേക്കുള്ള 2 ട്രാക്കാണ്, ലൂപ്പ് ലൈനും മെയിൻ ലൈനും വരുന്നത്. ഇവിടെ ഇപ്പുറത്തോട്ട് നമ്മുടെ എറണാകുളം പോകുന്ന ആ റൂട്ടാണ് കേട്ടോ. ഇപ്പോൾ ഇന്ന് എറണാകുളം ഈ പോകുന്ന ഈ മെയിൻ ലൈനിൽ എന്തോ സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ 20 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്പീഡ് കുറച്ചിട്ടായിരിക്കും വണ്ടി പോകുന്നത്. അതുകൊണ്ട് ഇന്ന് വേറെ ദിവസം വന്നാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ആദ്യം സ്പോട്ട് ചെയ്യാൻ പോകുന്ന വണ്ടി എന്ന് പറയുന്നത് ഗുരുവായൂരിൽ നിന്നും എല്ലാ ദിവസവും മധുര വരെ സർവീസ് എടുക്കുന്ന ഗുരുവായൂർ മധുര എക്സ്പ്രസ് ആണ്. അപ്പോൾ അത് എത്താറായിട്ടുണ്ട്. അതാണ് നമ്മൾ ആദ്യം ഇവിടെ വന്നിട്ട് സ്പോട്ട് ചെയ്യുന്നത്. അങ്ങനെ ഗുരുവായൂർ മധുര എക്സ്പ്രസ് വന്നിട്ട് പോയി. ഇവിടെ വരുമ്പോൾ വണ്ടി 15 മിനിറ്റ് ലേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിൽ കുറേ വണ്ടികൾ കിടപ്പുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ എല്ലാ വണ്ടികളും കൂടെ ഇങ്ങനെ ഇടച്ചടിച്ച് പോകാം. ഏറ്റവും മുമ്പിൽ മറ്റേ എറണാകുളം കോട്ടയം പാസഞ്ചർ ഉണ്ട്. അതിൻ്റെ പുറമെ ഐലൻഡ് ഉണ്ട്. ഐലൻഡാണ് ഏറ്റവും ആദ്യം പോകേണ്ടത്. അപ്പോൾ ഐലൻഡ് ഒരു 3/4 മണിക്കൂർ ലേറ്റാണ്. അതുകൊണ്ട് പാസഞ്ചർ വിട്ട് പാസഞ്ചർ അവസാനം വൈക്കത്ത് പിടിച്ചിട്ട് എന്നിട്ട് ഐലൻഡ് അവിടെ വെച്ച് ഓവർടേക്ക് ചെയ്ത് അപ്പോഴത്തേക്ക് മധുര എക്സ്പ്രസ് ഇവിടെ വന്ന്. അപ്പോൾ എല്ലാ വണ്ടി ഇനി ഓരോ സ്റ്റേഷൻ കഴിയാതെ സിഗ്നൽ കൊടുക്കൂലല്ലോ. ഇനി പാസഞ്ചർ അവിടെ നിന്ന് എടുത്തിട്ടായിരിക്കും ഇവിടെ നിന്ന് ഇനി ഇത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡിലേ ആയിട്ടാണ് വണ്ടികളെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ട് ചെയ്യാൻ പോകുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഷൊർണൂർ വരെ ഡെയിലി സർവീസ് നടത്തുന്ന വേനാട് എക്സ്പ്രസ് ആണ്. അതുപോലെ തന്നെ ഇപ്പുറത്തെ റൂട്ടിൽ നിന്ന് എറണാകുളത്ത് നിന്ന് കായംകുളം വരെ സർവീസ് നടത്തുന്ന എറണാകുളം കായംകുളം മെമുവും വരുന്നുണ്ട്, മെമു എക്സ്പ്രസ്. അതിന് ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. അതിന് ഈ എറണാകുളം കോട്ടയത്തിനിടയിൽ പിറവത്തും അതുപോലെ തന്നെ തൃപ്പൂണിത്തുറയിൽ മാത്രമേ അതിന് സ്റ്റോപ്പുള്ളൂ. അപ്പോൾ ഈ 2 വണ്ടികളാണ് നമ്മൾ അടുത്ത സ്പോട്ട് ചെയ്യാൻ പോകുന്നത്.
അങ്ങനെ വേനാട് എക്സ്പ്രസ്സും അതുപോലെ തന്നെ കായംകുളം മെമുവും ഇവിടെ സ്കിപ്പ് വന്നിട്ട് പോയേ. അപ്പോൾ വേനാട് എക്സ്പ്രസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്, അതുകൊണ്ട് പതിയാണ് പോയത്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ട് ചെയ്യാൻ പോകുന്നത് കന്യാകുമാരിയിൽ നിന്ന് മംഗലാപുരം വരെ ഡെയിലി സർവീസ് എടുക്കുന്നത് പരശുറാം എക്സ്പ്രസ് ആയിരിക്കും. അതിനിവിടെ സ്റ്റോപ്പ് ഉള്ളതാണ്. അത് ഇപ്പോഴൊന്നും വരത്തില്ല, ഇനി കുറേ ടൈം എടുക്കും. ഇപ്പം കുറച്ച് നേരത്തേക്ക് അടുപ്പിച്ച് ട്രെയിനുകൾ പോക്കായിരുന്നു ഇതിൽ. മെയിനായിട്ട് കോട്ടയം റൂട്ടിലോട്ട്, എറണാകുളം റൂട്ടിലേക്ക് പാലവി കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ പോയത് ഈ വേനാട് എക്സ്പ്രസ് ആയിരുന്നു. അതിൻ്റെ ഇടയിലൊരു മെമു ഉണ്ട്, അത് ഇന്ന് സർവീസ് നടത്തത്തില്ല, ഇന്ന് ശനിയാഴ്ചയാണ് കേട്ടോ. അതല്ലാതെ കോട്ടയം ഭാഗത്തേക്ക് ഇപ്പോൾ അടുപ്പിച്ച് 3-4 ട്രെയിൻ ഇപ്പോൾ പോയി. ഇനിയിപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടേ അടുത്ത ട്രെയിൻ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് എറണാകുളം ഭാഗത്തേക്കാണ് അടുത്ത പരശുറാം വരുന്നത്. അത് എത്താറായിട്ടില്ല, അത് കോട്ടയം എത്തിയിട്ടേ ഉള്ളൂ. അടുത്ത് നമ്മൾ സ്പോട്ട് ചെയ്യുന്നത് അതായിരിക്കും കേട്ടോ. അങ്ങനെ കന്യാകുമാരി മംഗലാപുരം പരശുറാം ഇവിടെ വന്നിട്ട് പോയെ. വണ്ടി വരുന്നതിന് മുമ്പേ ടിൻസ് WDG4 വെച്ചിട്ട് ഒരു BCN പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നും, അത് വരുന്ന നല്ല പുള്ളിയായിരുന്നു കേട്ടോ, അത് വരുന്ന കാണാൻ. അങ്ങ് ദൂരെ നിന്ന് പുകയൊക്കെ ഇട്ടായിരുന്നു വന്നത്. പക്ഷേ നമ്മുടെ വീഡിയോയിൽ എത്ര സൂം ചെയ്താലും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഒന്നാമത്തെ അങ്ങ് ദൂരെയൊക്കെ മഞ്ഞ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഈ പുക ഇടുന്നതൊന്നും കിട്ടത്തില്ല. അപൂർവമാണ് ഇത് പുക ഇടുന്നതൊക്കെ. പിന്നെ നല്ല രസമായിരുന്നു കാണാനൊക്കെ. മഞ്ഞ കളറ് പെയിൻ്റൊക്കെ അടിച്ചിട്ടുള്ള ഒരു WDG4 ആയിരുന്നു. 2 ഉണ്ടായിരുന്നു. അപ്പം ഇത് ഈ ഗുഡ്സ് ട്രെയിൻ വരുന്നതുകൊണ്ട് തന്നെ മുളന്തുരുത്തിയിൽ മറ്റേ കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മൾ അടുത്ത സ്പോട്ട് ചെയ്യുന്നത്. അത് വരാറായിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തുനിന്ന് നമ്മുടെ തിരുവനന്തപുരം സെക്കന്ദരാബാദ് ശബരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സും വരുന്നുണ്ട് കേട്ടോ. പരശുറാം ഇപ്പോൾ പോയതുള്ളത് കൊണ്ട് ശബരി ചിലപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് പിടിച്ചിടാൻ ചാൻസ് ഉണ്ട്. കാരണം മുളന്തുരുത്തി എത്താതെ അടുത്ത പുറകെ വരുന്ന ട്രെയിൻ ഇവിടുന്ന് സിഗ്നൽ കൊടുക്കത്തില്ല. അപ്പോൾ പരശുറാം ഇപ്പോൾ പോയതല്ലേ ഉള്ളൂ. അപ്പം ചിലപ്പോൾ ശബരി ഇവിടെ പിടിച്ചിടും, ചിലപ്പോൾ അങ്ങ് വിട്ടു പോയിരിക്കും. കാരണം വൈക്കം എത്തിയിട്ടില്ല, ശബരി എത്താറാവുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ട് ചെയ്യാൻ പോകുന്ന കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദിയും പിന്നെ അതുപോലെ തന്നെ തിരുവനന്തപുരം സെക്കന്ദരാബാദ് ശബരിയുമാണ്.
അങ്ങനെ കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദിയും തിരുവനന്തപുരം സെക്കന്ദരാബാദ് ശബരി സൂപ്പർ ഫാസ്റ്റും ഇവിടെ സ്കിപ്പ് ചെയ്ത് പോയേ. മറ്റേ തിരുവനന്തപുരം ജനശതാബ്ദിക്ക് ശ്രീറാം ഫിനാൻസിൻ്റെ ഒരു ആഡൊക്കെ ഒട്ടിച്ച റോയാപുരത്തിൻ്റെ WP7 ആയിരുന്നു കൊടുത്തിരുന്നത് കേട്ടോ. ലോക്കോ നമ്പർ വരുന്ന 30332 ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ശബരി എക്സ്പ്രസ് ഇവിടെ വരുമ്പോഴത്തേക്ക് സിഗ്നൽ ഓൾറെഡി കൊടുത്തിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇനി ഇവിടെ സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് വണ്ടി സ്ലോ ആയിട്ട് വരുന്നതെന്നാണ്. പിന്നെ വണ്ടി പോയി കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ കാരണം വണ്ടി ഇവിടെ തീരാറാകുമ്പോഴത്തേക്ക് വണ്ടി നല്ല സ്പീഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 20 കൊടുക്കുമ്പോൾ അങ്ങനെ എടുക്കൂലല്ലോ, 20 സ്പീഡ് ലിമിറ്റ് കൊടുത്തേക്കുന്നത്. അങ്ങനെ ഇവിടെ നോക്കിയപ്പോൾ 20 എഴുതിക്കുന്ന ബോർഡ് ഇവിടെ കാണാനില്ല. അപ്പോൾ നോക്കിയാണ് അപ്പുറത്ത് 45 കിടക്കുന്ന കണ്ടോണ്ട് ഞാൻ 20 ബോർഡ് നോക്കി. അപ്പോൾ 20 കാണുന്നില്ല. ഞാൻ നേരത്തെ നോക്കിയപ്പോൾ ഈ 45 എൻ്റെ കണ്ണിൽ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ ഇപ്പോൾ നോക്കിയപ്പോൾ 20 ബോർഡ് ഇവിടെ കാണുന്നില്ല. അപ്പോഴേ നോക്കിയപ്പോൾ അവിടെ ഒരു ചേട്ടാ 45 ബോർഡ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു അതിൻ്റെ ബോർഡ് മാറ്റി ഇപ്പോൾ 45 അങ്ങാണ്ട് ആക്കി സ്പീഡിൻ്റെ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ശബരി അങ്ങനെ സ്പീഡ് എടുത്ത് പോയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റേ പരശുറാം പോയതുകൊണ്ട് ഇവിടെ ശബരി കയറി വരുമ്പോഴാണ് ഇവിടെ ഗ്രീൻ സിഗ്നൽ കൊടുത്തത്. അപ്പോൾ എനിക്കൊന്ന് പുറത്ത് മറ്റേ യെല്ലോ സിഗ്നൽ ആയിരുന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും വണ്ടി സ്ലോയിൽ കയറി വന്നത്. പിന്നെ ഗ്രീൻ കണ്ടപ്പോൾ സ്പീഡ് എടുത്ത് പോയതായിരിക്കും, അല്ലാതെ 20 ഇതിൻ്റെ ആയിരിക്കത്തില്ല പതിയെ വന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ എറണാകുളം റൂട്ടിലേക്ക് 90 ഇവിടെ സ്പീഡ് ലിമിറ്റ് ഉള്ളത്. അപ്പം എന്തായാലും ബോർഡ് ഇപ്പോൾ 45 ഇനി എറണാകുളം ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ പോകാൻ ചാൻസ് 20 ബോർഡ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഉടനെയൊരു വണ്ടി വരുന്നുണ്ട് കൊല്ലത്തുനിന്ന് എറണാകുളം വരെ തിങ്കളാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന മെമു ആണ് കേട്ടോ. അപ്പോൾ അതിനിവിടെ സ്റ്റോപ്പ് ഉള്ളതാണ്, അത് വരാറായിട്ടുണ്ട്. അതാണ് നമ്മൾ അടുത്ത സ്പോട്ട് ചെയ്യുന്നത്. അങ്ങനെ കൊല്ലം എറണാകുളം മെമു വന്നിട്ട് പോയോ. ഇവിടെ വരുമ്പോൾ ഏകദേശം ഒരു 10-13 മിനിറ്റോളം വണ്ടി ലേറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അത് വന്നിട്ട് പോയി. ഇവിടെ ഭയങ്കര മഞ്ഞ് പോലെ ഫീൽ ചെയ്യുക കേട്ടോ. മഞ്ഞ് പോലെ ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ആദ്യം വെച്ച ഫോണിൻ്റെ എന്തെങ്കിലും ബ്ലർ വിഷയം വല്ല ആയിരിക്കും, സൂം ചെയ്തിട്ടും ക്ലിയർ ആവാത്തതാണെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെയൊക്കെ നല്ല മഞ്ഞുണ്ട്. ഇപ്പോൾ പിന്നെ കാലാവസ്ഥ അങ്ങനെയാണല്ലോ, തണുപ്പുള്ളൊരു ചെറിയ കാലാവസ്ഥയാണല്ലോ. അപ്പോൾ ഇപ്പം സമയം വന്നിട്ട് 11 മണി കഴിഞ്ഞു, എന്നിട്ട് ഇതുവരെ മഞ്ഞ് പൂർണ്ണമായിട്ടും പോയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് സൂം ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് ദൂരെ നിന്ന് വരുമ്പോൾ ഉള്ള അതൊന്നും നല്ല ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല ഈ മഞ്ഞിൻ്റെ ഇത് കാരണം കേട്ടോ. അപ്പോൾ നമുക്കിനിപ്പോൾ ഉടനെയൊന്നും വണ്ടിയില്ല. ഇനി ഏകദേശം 1 മണിക്കൂറോളം കഴിഞ്ഞിട്ട് അടുത്ത വണ്ടിയുള്ളൂ. ഇനി അടുത്ത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ SMBT ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരം നോർത്ത് വരെ സർവീസ് നടത്തുന്ന വീക്കിലി എക്സ്പ്രസ് ആണ് കേട്ടോ. അത് ഇന്ന് 2 മണിക്കൂർ ലേറ്റാണ്. അത് എറണാകുളം എത്തുന്നേ ഉള്ളൂ. അതാണ് ഇനി പോകാനുള്ള ഈ റൂട്ടിൽ. അത് ശരിക്കും ജനശതാബ്ദിക്ക് മുമ്പേ ഇതിലെ സ്കിപ്പ് ചെയ്യേണ്ട വണ്ടിയാണ് കേട്ടോ. അത് 2 മണിക്കൂർ ലേറ്റാണ്. അപ്പോൾ അതിനിടെ വേറെ വണ്ടിയൊന്നും ഇവിടെ സ്കിപ്പ് ചെയ്യാനില്ല. ഇനി ഗുഡ്സ് ട്രെയിൻ വല്ലതും വരുന്നെങ്കിലും ഉള്ളൂ. അപ്പോൾ ഞാൻ വെച്ച് ജസ്റ്റ് പുറത്തോട്ടൊക്കെ ഒന്ന് പോയി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടൊക്കെ വരാമെന്ന് വെച്ച്. എന്നിട്ടൊക്കെ ഞാൻ എൻട്രൻസിൻ്റെ അവിടെയൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. എന്നിട്ട് ആ ഭാഗത്ത് അവിടെ ചെന്നിട്ട് ബാക്കി നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇവിടെ ഒരു സ്ഥലത്ത് തന്നെയാണ് ഏകദേശം നിന്ന് മാറി തിരിഞ്ഞ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങോട്ടൊക്കെ പോയി ബാക്കി എടുക്കാം. ഇനി കുറച്ച് ട്രെയിനൊക്കെ ഉള്ളെന്ന് തോന്നുന്നു. എന്തായാലും നമുക്കിനി അടുത്ത സ്പോട്ട് ചെയ്യുന്ന SMBT ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരം നോർത്ത് വരെ സർവീസ് നടത്തുന്ന വീക്കിലി എക്സ്പ്രസ് ആണ്. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ടുള്ളൊരു കാഴ്ചയാണ്. അതായത് മൂവാറ്റുപുഴ 6 എന്നാണ് എഴുതിയേക്കുന്നത്. മൂവാറ്റുപുഴയുടെ ഏതെങ്കിലും 6 ആയിരിക്കും. അപ്പോൾ ഇതിവിടെ ഉള്ള വലിയൊരു 6 അപ്പുറത്തെ സൈഡുണ്ട്. അപ്പോൾ ഇതിലേ കൂടെ ആൾക്കാർ നടന്നു പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ ട്രാക്കിൽ കൂടെ നടക്കാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് തോന്നുന്നു അപ്പുറത്തുള്ളവരൊക്കെ ഈ ഭാഗത്തേക്ക് ഈ പിറവത്തോട്ട് വരുന്നത്
അവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നത് ഇതുവഴിയാണ് തോന്നുന്നത്, ഇതിൽ നടക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അടിയിൽ ഒരു അണ്ടർ പാസേജ് ഉണ്ട്, അതിലെ കൂടെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അവിടെ ആ ഷീറ്റ് ഇട്ടേക്കുന്നുണ്ടോ, അതിൻ്റെ അടിയിൽ കൂടെ വണ്ടി പോകുന്നതാണ് കേട്ടോ. ഇതിൽ ആൾക്കാരെപ്പോഴും പോകുന്നുണ്ട്, എന്നാൽ ആൾക്കാരും റെയിൽവേ സ്റ്റേഷനിലോട്ട് വരുന്നില്ല. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് ജസ്റ്റ് വന്ന് നോക്കിയത് കേട്ടോ. അപ്പം ഇവിടെ ഇട്ടൊരു മൂവാറ്റുപുഴ പുഴയുണ്ട്, ഒരാറ്. ഇതാണ് ജംഗ്ഷനിൽ നിന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറി വരുന്നൊരു വഴിയാണ് കേട്ടോ. ഇവിടെ ആയിട്ട് നമ്മുടെ ട്രാക്ക് മെഷീൻ സ്റ്റാഫുകളുടെ ഒരു റെസ്റ്റ് റൂമൊക്കെ കൊടുത്തിട്ടുണ്ട്. സാധാരണ റെയിൽവേയുടെ ഇവിടെ ആയിട്ട് വരും. വലിയൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. അവിടെ ഒരു റെസ്റ്റ് ചെയ്യുന്നൊരു റൂമാണ് ട്രാക്ക് മെഷീൻ സ്റ്റാഫുകളുടെ, അങ്ങനെ അവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇവിടെ ആയിട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് കേട്ടോ. ഇവിടെ പാർക്കിംഗ് ഏരിയ കണ്ട. ഇതാണ് പിറവം റോഡിൻ്റെ എൻട്രൻസ് റെയിൽവേ സ്റ്റേഷൻ്റെ. ഇവിടെ 2 വീലർ, ഇവിടെ ആയിട്ട് പുറകിലായിട്ട് 4 വീലർ പാർക്കിംഗ് ഏരിയ ഉണ്ട്. സ്റ്റേഷൻ്റെ അകത്തുനിന്നുള്ള കാഴ്ച വരുമ്പോൾ ഇങ്ങനെയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ, ഈ സൈഡിൽ നിന്നാണ് നമ്മൾ കയറി വരുന്നത്. അവിടെ നിന്നായിരുന്നു ആദ്യം രാവിലെ നിന്നപ്പോൾ എടുത്തത്, അവിടെ നിന്നായിരുന്നു അങ്ങ് സൈഡിൽ നിന്നിട്ട്. ഇതിപ്പോൾ നമ്മൾ ഏകദേശം സ്റ്റേഷൻ്റെ സെൻറ്ററിൽ നിൽക്കുക. ഇവിടെ FOB ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചായ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരു കടയുണ്ട് കേട്ടോ ഈ സൈഡിലായിട്ട്. ചീറ്റോസ്, ലേസ്, ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ചെറിയൊരു കടയുണ്ട്. ഇവിടെ ഉണ്ട്, അത് അടച്ചിട്ടേക്കുക, ഒരു ചെറിയ ക്യാൻറ്റീൻ സ്റ്റാൾ. ഇപ്പോൾ ഇവിടെ ആരുമില്ല. ക്യാമറ കുറച്ച് ഈ വേറെ അന്യനാട്ടിലുള്ള ആൾക്കാർ കുറച്ച് പേര് ഇവിടെ ഉണ്ട്, അതേ ഉള്ളൂ. പിന്നെ റെയിൽവേ സ്റ്റാഫുകളും ഉണ്ട്. അങ്ങനെ SMBT ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരം നോർത്ത് വരെ ശനിയാഴ്ച മാത്രം സർവീസ് നടത്തുന്ന AC സ്പെഷ്യൽ സ്കിപ്പ് ചെയ്തേ. ഇത് AC വണ്ടി ആണെങ്കിലും ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ജനറൽ കമ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയെല്ലാം AC കോച്ച് തന്നെയായിരുന്നു. അപ്പോൾ ഇത് ഇവിടെ സ്കിപ്പ് ചെയ്യുമ്പോൾ 2 മണിക്കൂറും 8 മിനിറ്റും ലേറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അത് സ്കിപ്പ് ചെയ്ത് പോയി. പിന്നെ ഞാൻ വെളിയിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് വന്നൊരു 10 മിനിറ്റ് അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ, അപ്പോഴേ ഈ ട്രെയിൻ ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ വെളിയിൽ നമ്മൾ വിചാരിക്കുന്നതൊക്കെ റെയിൽവേ സ്റ്റേഷൻ കുറച്ച് ക്യാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കുന്നെങ്കിലും വെളിയിലോട്ട് നല്ല കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സിറ്റി ഏരിയ ആണ് വെളിയിൽ. ഇഷ്ടംപോലെ കടകളുണ്ട്. തുണിക്കടയുണ്ട്, ചായ കുടിക്കാനായാലും, പിന്നെ ബസ് കിട്ടുന്ന സ്ഥലമുണ്ട്, അതുപോലെ ഓട്ടോ സ്റ്റാൻഡുണ്ട്. എല്ലാം അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടും അവിടെ കേട്ടോ. ഞാൻ നേരത്തെ ഒരു അണ്ടർ പാസേജ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ വശത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇഷ്ടം പോലെ കടകളുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കൂടെയും ബസ് പോകുന്ന റൂട്ടാണ്. ബസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് പിന്നെ ഈ റൂട്ടിലാണ് ബസ് പോകുന്നത്. പിന്നെ ഈ മൂവാറ്റുപുഴ ഒരു ആറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അതിനെപ്പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും അറിയുമോ? കാരണം ഞങ്ങളുടെ അവിടെ ഒരു മൂവാറ്റുപുഴ എന്നൊരു സ്ഥലമുണ്ട്. നമ്മുടെ അവിടെ കോതമംഗലം, പെരുമ്പാവൂർ ഒരു മൂവാറ്റുപുഴ, അവിടെ ഒരു മൂവാറ്റുപുഴ ഉണ്ട് എറണാകുളത്തെ. അതും ഇതുമായിട്ട് എന്തെങ്കിലും ടൈപ്പ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ഇതും മൂവാറ്റുപുഴ ആറെന്നാണ് കൊടുത്തേക്കുന്നത്. ആ സ്ഥലമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അതോ വേറെ എന്തെങ്കിലും ആണോ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. അപ്പോൾ നമുക്കിനിയിപ്പോൾ അടുത്ത ട്രെയിൻ ഇനി ഉടനെയൊന്നുമില്ല. ഇനിയിപ്പോൾ അടുത്ത വരുന്നത് എനിക്ക് തോന്നുന്നു കൊല്ലം തിരുപ്പതി എക്സ്പ്രസ് ആയിരിക്കും. അത് മാവേലിക്കര എത്തുന്നേ ഉള്ളൂ. അതായിരിക്കും നമ്മൾ അടുത്ത ഇനി സ്പോട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി എറണാകുളം ഭാഗത്തുനിന്ന് നമുക്ക് ഒന്നുകിൽ വേളാങ്കണ്ണിയുണ്ട്, പിന്നെ അതല്ലെങ്കിൽ ചെന്നൈ എഗ്മോർ, കൊല്ലം ഒരു ശബരിമല സ്പെഷ്യലുണ്ട്. അതിലേതെങ്കിലുമൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം ടൈമിൻ്റെ വെച്ചിട്ട് ഇവിടെ എത്താൻ പോകുന്നത് കൊല്ലം തിരുപ്പതി ആയിരിക്കും അടുത്തത്. പക്ഷേ മാവേലിക്കര ആയിട്ടുള്ള വണ്ടി എന്തായാലും 1 മണിക്കൂർ, ഏകദേശം 1 മണിക്കൂർ അതിൽ കൂടുതൽ എടുക്കും ഇവിടെ എത്താൻ. അതുവരെ വേറെ വണ്ടിയൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്പോട്ട് ചെയ്യുന്ന കൊല്ലം തിരുപ്പതി എക്സ്പ്രസ് ആയിരിക്കും.
അങ്ങനെ ഇപ്പം പോയത് മറ്റേ ചെന്നൈ എഗ്മോറിൽ നിന്ന് കൊല്ലം വരെ പോകുന്ന ശബരിമല സ്പെഷ്യലാണ്. ഓൺ ടൈം തന്നെയാണ് വണ്ടി പോകുന്നത്. ഏകദേശം 1 മണിക്കൂർ ഇവിടെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് ഈ ട്രെയിൻ ഇവിടെ സ്കിപ്പ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അടുത്ത നമ്മൾ സ്പോട്ട് ചെയ്യുന്നത് കൊല്ലം തിരുപ്പതിയാണ്. അത് അരമണിക്കൂർ ലേറ്റാണ്. അത് ഏറ്റുമാനൂരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായിരിക്കും ഞാൻ ആദ്യം വരുമെന്ന് വിചാരിച്ച, പക്ഷേ ഇതാണ് വന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ സ്പോട്ട് ചെയ്യുന്നത് കൊല്ലം തിരുപ്പതി എക്സ്പ്രസ് ആണ്. ഈ കൊല്ലം തിരുപ്പതി എക്സ്പ്രസ് വരുന്ന ട്രാക്കിൽ JCB ഒക്കെ വെച്ച് അവർ പണിഞ്ഞുകൊണ്ടിരിക്കുക അങ്ങ് ദൂരെ. ഇപ്പോൾ JCB ഇപ്പോൾ മാറ്റുന്നുണ്ട്, പക്ഷേ വണ്ടി എത്താറായിട്ടില്ല. ഏറ്റുമാനൂർ ആയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ മിക്കവാറും സ്ലോ ആയിട്ടായിരിക്കും പോകുന്നത്, അറിയില്ല എങ്ങനെയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ നിന്ന് അവിടെ പോയി നിൽക്കണം. അവിടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ ആക്സിഡൻറ്റ് കൂട്ടുമായിരിക്കും. അവിടെ വരെ പോകുമ്പോഴത്തേക്ക് താമസിക്കും, ചിലപ്പോൾ അപ്പോഴത്തേക്ക് വണ്ടി വരും. ഞാൻ ഏകദേശം ഇപ്പുറത്തെ അറ്റം വരെ വന്നു. അറിയില്ല ഇനി സ്പീഡിലാണ് പോകുന്നത് പയ്യാണ് പോകുന്നതെന്ന് അറിയില്ല, വണ്ടി വന്നാലും അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ട് ചെയ്യുന്ന കൊല്ലം തിരുപ്പതി എക്സ്പ്രസ് ആണ്. അങ്ങനെ കൊല്ലത്തുനിന്ന് തിരുപ്പതി വരെ ബുധനും ശനിയും മാത്രം സർവീസ് എടുത്തുന്ന തിരുപ്പതി എക്സ്പ്രസ് സ്കിപ്പ് ചെയ്ത് പോയി. പിന്നെ ഇപ്പുറത്തൂടെ പോയത് തിങ്കളും ശനിയും മാത്രം എറണാകുളത്തുനിന്ന് വേളാങ്കണ്ണി വരെ സർവീസ് എടുത്തുന്ന വേളാങ്കണ്ണി എക്സ്പ്രസ് ആണ്. ഇത് രണ്ടുമാണ് സ്കിപ്പ് ചെയ്തത്. അപ്പോൾ തിരുപ്പതി വണ്ടി വരുന്ന സമയത്ത് ഞാൻ ദൂരെ നിന്ന് കണ്ടപ്പോഴേ ഭയങ്കര ശോകം കണക്കെന്ന് വെച്ചാൽ നല്ല ഇഴച്ചഴച്ച വണ്ടി വരുന്നത്. അപ്പോഴാണ് നോക്കിയപ്പം വേളാങ്കണ്ണി വണ്ടി വരാറുമായി.
ഞാനാണെങ്കിൽ അപ്പുറത്തെ സൈഡിലാണ് നിൽക്കുന്നത്. അപ്പം വേളാങ്കണ്ണി സ്പോട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് വിചാരിച്ചത്. എന്തായാലും തിരുപ്പതി എക്സ്പ്രസ് പോയി കഴിഞ്ഞിട്ടാണ് ഉടനെ തന്നെ വണ്ടി വന്നത് കേട്ടോ. ഞാൻ പക്ഷേ വീഡിയോ ഓഫ് ആക്കിയതിന് ശേഷമാണ് വണ്ടിയുടെ ഹോൺ കേൾക്കുന്നത്. പിന്നെ ഞാൻ രണ്ടാമത് ഓൺ ആക്കിയതാണ്. പിന്നെ അത് മാത്രമല്ല ലാസ്റ്റ് 2 കോച്ചങ്ങോട്ടൊക്കെ എത്താറായപ്പോഴാണ് എൻ്റെ അടുത്ത് വെച്ചിട്ട് ആ തിരുപ്പതി എക്സ്പ്രസിൻ്റെ ആക്സിലറേഷൻ കൂട്ടിയത്. ഞാൻ ഈ നടുക്കായിട്ടാണ് നിന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ. അതുപോലെ തന്നെ വേളാങ്കണ്ണി എക്സ്പ്രസും സ്ലോയിൽ തന്നെയാണ് ഇവിടെ സ്കിപ്പ് ചെയ്തത്. ഇന്നത്തെ വ്ളോഗ് അത്ര ശരിയായില്ല. ഞാൻ ബൈക്കും സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ പിന്നെ ആദ്യം തൊട്ടേ പിറവം പ്ലാൻ ചെയ്തുകൊണ്ട് ഇന്ന് ഇവിടെ തന്നെ ആക്കാമെന്ന് വിചാരിച്ചതാണ്. ബൈക്ക് മതിയായിരുന്നു, എടുത്താൽ മതിയായിരുന്നു. പിറവം ഇന്ന് ഒരു ട്രെയിനും നമുക്ക് സ്പീഡിന് പോകുന്നത് കിട്ടിയിട്ടില്ല. എല്ലാം ഭയങ്കര സ്ലോ ആയിരുന്നു. പിന്നെ എപ്പോഴെങ്കിലും നോക്കാം. പക്ഷേ നല്ലൊരു റെയിൽവേ സ്റ്റേഷനാണ്. ട്രെയിൻ നല്ല സ്പീഡിന് പോയി കഴിഞ്ഞാൽ കാണാൻ നല്ല രസമായിരിക്കും ഇവിടെ നിന്ന്. പക്ഷേ ഇപ്പോൾ എന്തൊക്കെ പണികൾ നടക്കുന്നതുകൊണ്ടായിരിക്കും. പക്ഷേ ഈ എറണാകുളം കോട്ടയം ലൈനിൽ എന്താ സ്പീഡ് ഇങ്ങനെ കുറയ്ക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇവിടെ പണിയൊന്നും നടക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല. എന്തായാലും നമ്മളിനി അടുത്ത സ്പോട്ട് ചെയ്യാൻ പോകുന്ന 2 വണ്ടികളാണ്. ഒന്ന് സെക്കന്ദരാബാദിൽ നിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന ശബരി എക്സ്പ്രസ് ആണ്. അതൊരു അരമണിക്കൂർ ലേറ്റാണ്, അത് വരാറായിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തുനിന്ന് നമ്മുടെ കൊല്ലത്തുനിന്ന് എറണാകുളം വരെ സർവീസ് നടത്തുന്ന മെമുവും വരുന്നുണ്ട് കേട്ടോ. അതിനിവിടെ സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ അടുത്ത സ്പോട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് മിക്കവാറും സ്ലോ തന്നെ ആയിരിക്കും. അങ്ങനെ എറണാകുളം മെമുവും തിരുവനന്തപുരം ശബരി എക്സ്പ്രസും സ്പോട്ട് ചെയ്ത് രണ്ടും ഒരുമിച്ച് തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പോട്ടിംഗ് വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എനിക്കത്ര പിടിച്ചിട്ടില്ല വീഡിയോ. വേറെ ഒന്നുമല്ല, ഒന്നാമത്തെ ഞാൻ ഇപ്പോൾ കുറച്ച് ബിസി ആയിട്ടുള്ള ടൈമിൽ, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വ്ളോഗൊന്നും അങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ ചില സബ്സ്ക്രൈബേഴ്സ് 2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ ഇപ്പോൾ ലോങ് വീഡിയോസ് വ്ളോഗൊന്നും ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഫ്രീ ആയ സമയം നോക്കി ഒന്ന് പെട്ടെന്ന് വന്നതാണ്. അപ്പോൾ ഞാൻ 2 ദിവസം കൊണ്ട് സെലക്ട് ചെയ്തത് പിറവം ചെയ്യാമെന്നായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ എനിക്കൊരു കൺഫ്യൂഷൻ വന്നു, വൈക്കം ചെയ്താലോ അതോ പിറവം മതിയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിന്നതാണ്. മധുര എക്സ്പ്രസ് ഇവിടെ വരുന്ന വരെ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത് വൈക്കം ചെയ്യണോ അതോ പിറവം മതിയോ എന്നാണ്. എന്നിട്ട് പിറവം സെലക്ട് ചെയ്തത്. കാരണം വന്നപ്പോഴത്തേക്ക് റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം നമുക്ക് സ്പോട്ട് ചെയ്യാൻ വൈക്കത്തെക്കാട്ടി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നി. അങ്ങനെ ഇവിടെ നിന്നത്. പിന്നെ ഞാൻ മറ്റേ ഐലൻഡ് എക്സ്പ്രസ്സിലാണ് വന്നതേ. വന്നപ്പോൾ തന്നെ ഞാൻ കണ്ടു ഇവിടെ ട്രാക്കിൻ്റെ ഒരു കുറച്ച് പണി പോലെയൊക്കെ കണ്ടു. അപ്പോഴെനിക്കൊരു ഡൗട്ട് തോന്നി. പിന്നെ വെച്ച് കുഴപ്പമില്ല, എന്തായാലും ഇവിടെ ഇറങ്ങാം, അഥവാ പറ്റിയില്ലെങ്കിൽ മധുരയിൽ കയറി പോകാമെന്നൊക്കെ വിചാരിച്ചേ. പിന്നെ എന്തായാലും ഇവിടെ തന്നെ സ്പോട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് സ്പോട്ട് ചെയ്തത്. അപ്പോൾ ഒരു ട്രെയിൻ പോലും നമുക്ക് സ്പീഡിന് പോകുന്ന കിട്ടിയിട്ടില്ലായിരുന്നു ഇന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് വ്ളോഗ് അത്ര പിടിച്ചിട്ടില്ല. പിന്നെ ഒരു ദിവസം എന്തായാലും ഞാൻ പിറവം വന്ന് ചെയ്യും, വണ്ടി നല്ല സ്പീഡിനൊക്കെ പോകുന്ന സമയം നോക്കിയിട്ട് കേട്ടോ. അപ്പോൾ എനിക്കിപ്പം കേരള എക്സ്പ്രസ്സിൽ പോകാൻ. അപ്പോൾ കേരള എക്സ്പ്രസ്സിന് ഇവിടെ സ്റ്റോപ്പില്ല, തൊട്ടടുത്ത സ്റ്റേഷനായ വൈക്കത്ത് സ്റ്റോപ്പുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഒരു എറണാകുളം കൊല്ലം മെമു ഉണ്ട്, അതിനകത്ത് കയറി വൈക്കത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് കേരളയിൽ പോകാൻ പറ്റും. കേരളയ്ക്കാണ് ഈ റൂട്ടിൽ വൈക്കത്ത് സ്റ്റോപ്പ് എടുത്തിട്ട് പിറവത്തും തൃപ്പൂണിത്തുറയിൽ സ്റ്റോപ്പില്ലാത്തത്. ബാക്കി അത്യാവശ്യം എല്ലാ ട്രെയിനുകൾക്കും എന്ന് വെച്ചാൽ പിറവത്തും തൃപ്പൂണിത്തുറയിലാണ് കൂടുതൽ
ഇമ്പോർട്ടൻസ് കൊടുത്ത് സ്റ്റോപ്പ് ഇട്ടേക്കുന്നത്. പിന്നെ നമ്മുടെ പരശുറാമിന് ഈയിടയ്ക്കാണ് വൈക്കത്ത് സ്റ്റോപ്പ് കൊടുത്തത്. അത് ഈ മാസം ആദ്യം കണ്ട വൈക്കത്ത് സ്റ്റോപ്പ് കൊടുക്കുന്നത്. അതുവരെ വൈക്കത്ത് പരശുറാമിന് സ്റ്റോപ്പ് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഉടനെ വൈക്കത്തിൻ്റെയൊക്കെ പഴയ സ്പോട്ട് ചെയ്യാം. ഒരുപാട് ട്രെയിൻ സ്പോട്ടിങ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ കുറച്ച് ബിസി ടൈമിലാണ്, അതുകൊണ്ട് കുറച്ച് ലാഗ് ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പം കുറച്ച് ഫ്രീ ആയ സ്ഥിതിക്ക് പിന്നെ ഈ സബ്സ്ക്രൈബർ ഇങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു അയ്യോ ഒന്നൊന്ന് വ്ളോഗ് ചെയ്തേക്കാം, അപ്പോൾ അതിൻ്റെ ഒരു ചിന്ത വന്നിട്ട് പെട്ടെന്ന് ഒന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു ട്രെയിൻ സ്പോട്ടിങ് വീഡിയോ കാണാം.